നഖശികാന്തം പ്രതികരിച്ചു, നഖശികാന്തം എതിർത്തു, പ്രതികരിച്ചു. അതെ, പ്രമുഖരും അല്ലാത്തവരും ഒക്കെ വന്ന് വീഡിയോ ചെയ്ത് ദയെ സപ്പോർട്ട് ചെയ്തു. വളരെ സന്തോഷം, വളരെ വളരെ സന്തോഷം. പക്ഷെ അപ്പോഴും എന്നെ വേദനിപ്പിച്ചൊരു കാര്യം, ദയയ്ക്ക് മുൻപ് രേണുസുതി എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. അവള് ക്ലീവേജ് കാണിച്ചു, അവള് കുട്ടിനിക്കറിട്ടു, അവള് ബനിയൻ ഇട്ടു, അവള് ട്രാൻസ്പെറന്റ് ഡ്രസ് ഇട്ടു എന്നും പറഞ്ഞ് അവളെ മഞ്ജു പിള്ളയുടെ മകളുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. വസ്ത്രധാരണവുമായിട്ട് ബന്ധപ്പെട്ട് ഷെബീന ബീബി ഒരു വീഡിയോ ഇറക്കുന്നു, പിന്നെ അത് വൻ വിവാദങ്ങളിലേക്കൊക്കെ പോകുന്നത് കണ്ടതാണ്. പിന്നെ ഷെബീന ബീബി വിളിച്ച് ഒരു ഓഡിയോയിൽ മോശമായിട്ടുള്ള കുറച്ച് ചീത്തവിളിയും കാര്യങ്ങളൊക്കെ കണ്ടതാണ്. പക്ഷേ ചീത്തവിളിയോടും കാര്യങ്ങളൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷേ വസ്ത്രദാനത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഇത് ഷെബീന ബീബി എന്നൊരു യൂട്യൂബർ ഇത് എടുത്ത് ഈ ഒരു വിഷയമാക്കിയോണ്ട് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാതിരിക്കാൻ പറ്റത്തില്ല. പബ്ലിക്കിൽ കടന്ന് ഓടുന്നൊരു വിഷയമായതുകൊണ്ട്. അപ്പം എൻ്റെ അഭിപ്രായം ഞാൻ 1-2 വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞായിരുന്നു, ഇങ്ങനെയുള്ള വസ്ത്രധാരണം ഒരിക്കലും ഒരു മാതാപിതാക്കളും ആരും തന്നെ പ്രൊമോട്ട് ചെയ്യരുത്. ഇനി എന്തിൻ്റെ മോഡലിംഗാന്ന് പറഞ്ഞാലും എന്ത് മണ്ണാങ്കട്ടയാന്ന് പറഞ്ഞാലും ഇതേപോലുള്ള വസ്ത്രധാരണങ്ങൾ ഒരു മാതാപിതാക്കളും ആരും ഇത്രയും കൊച്ചു കുട്ടികൾക്ക് ഈ പ്രായത്തിൽ ഈ പ്രായത്തിൽ നല്ല ഒരു പ്രായത്തിലും പ്രൊമോട്ട് ചെയ്യരുത്. മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കുക. നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, കേരളത്തിൻ്റെ ഒരു സാംസ്കാരികമായിട്ടുള്ളൊരു തനിമയുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഭംഗി നിലനിർത്തുക. ഇതുപോലുള്ള മ്ലേച്ഛമായിട്ടുള്ള വസ്ത്രങ്ങൾ ഉപയോഗിച്ച് ഈ പറഞ്ഞിട്ടുള്ള വരും തലമുറയെ വരെ അത് എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കുക, മാന്യമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല അടിപൊളി വസ്ത്രങ്ങൾ ധരിച്ച് മോഡലിംഗ് ചെയ്യാമല്ലോ. ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ മാത്രമേ മോഡലിംഗ് ചെയ്യൂ എന്നുള്ളൊരു അങ്ങനെ ഒരു ഇതൊന്നും എൻ്റെ ചിന്താഗതിയിലില്ല. ഏത് വസ്ത്രം ധരിച്ച് വേണമെങ്കിലും മോഡലിംഗ് ചെയ്യാം. അത് കുറച്ച് ഈ പറഞ്ഞിട്ടുള്ള വൃത്തിയും വെടിപ്പും ഉള്ള മറ്റുള്ള ആളുകൾ കാണുമ്പോഴത്തേക്ക് ഒരു എന്നൊരു വാക്ക് പറയാതെ അങ്ങനെ നല്ല മാന്യമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നല്ല നല്ല മോഡലിംഗ് ഒക്കെ ചെയ്യാമല്ലോ. അങ്ങനെയും ഒരു ഇത് മാറ്റം കൊണ്ടുവരാമല്ലോ. ഈ പറഞ്ഞിട്ടുള്ള ശകലം പോലും ഒരു നൂല് പോലും ഇല്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ച് കീറിപ്പറഞ്ഞ് എല്ലാം ശരീരത്തിൻ്റെ എല്ലാം എക്സ്പോസ് ചെയ്ത വസ്ത്രങ്ങൾ ധരിച്ചാൽ മാത്രമേ ഈ മോഡലിംഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഫസ്റ്റ് പ്രൈസ് അടിക്കൂ എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു. അപ്പം എൻ്റെ ഈ ഇതിനോട് യോജിപ്പുള്ള ആളുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള ഓരോ ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പബ്ലിക്കിൽ ഫോട്ടോഷൂട്ട് നടത്തുന്നത് അതിനോടൊന്നും താല്പര്യമില്ലാത്ത ആളുകൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞ് ഞാൻ ആ കുട്ടിയെ കുറ്റം പറയുന്നില്ല. അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണ്. ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കണം, ഏതൊക്കെ വസ്ത്രങ്ങൾ ധരിക്കണം. പക്ഷേ എൻ്റെ അഭിപ്രായം, എനിക്ക് ഇങ്ങനെയുള്ള വസ്ത്രങ്ങളൊന്നും ധരിക്കുന്നത് കാണുന്നത് എനിക്കിഷ്ടമല്ല. അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യത്തുമില്ല. അതൊക്കെ അവരവരുടെ മാതാപിതാക്കൾ ഉത്തരവാദിത്തോടു കൂടി പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. മോളെ ഇങ്ങനെയല്ല വസ്ത്രം ധരിക്കേണ്ടത്, കുറച്ചുകൂടെ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുക. കാരണം മഞ്ജു പിള്ള എന്നൊരു സ്ത്രീ നല്ലൊരു സ്ത്രീയാണ്. ഇന്നുവരെ അവർ ഇതുപോലുള്ള കോൺട്രവേഴ്സിയും കാര്യങ്ങളൊന്നും ആക്കിയിട്ടില്ല, ഒരു നെഗറ്റീവ് ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. അപ്പം ആ ഒരു ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കേണ്ടത് മകളുടെ ഒരു കടമയാണെന്ന് പറഞ്ഞ് മാതാപിതാക്കൾ തിരുത്തി കൊടുക്കുക. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ മഞ്ജു പിള്ള പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം. ഓൾറെഡി ഞാൻ കുറച്ച് കാര്യങ്ങൾ മുമ്പിലത്തെ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശാരിക KB ഇന്നൊരു വീഡിയോ ഇട്ടു. എനിക്ക് എല്ലാ കാര്യത്തിലും ഈ പുള്ളിക്കാരിയോട് അത്ര യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. ചില കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പുണ്ട്, ചില കാര്യങ്ങളോട് യോജിപ്പുണ്ട്. പക്ഷേ ഇന്ന് ഈ ശാരിക ചോദിച്ചേക്കുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുതിക്ക് വേറൊരു നിയമം, മഞ്ജു പിള്ളയുടെ മകളായ ദിയ സുജിത്തിന് മറ്റൊരു നിയമം, അല്ലെങ്കിൽ മറ്റൊരു സപ്പോർട്ട്. രേണുസുതിക്ക് ഈ ഒരു രേണുസുതിയുമായിട്ട് ബന്ധപ്പെട്ട് വസ്ത്രദാനത്തിലൊക്കെ ഒരുപാട് വിമർശനങ്ങൾ നേടിയിട്ടുള്ളതാണ്. ഈ സപ്പോർട്ട് ചെയ്ത ആളുകളും ഈ സപ്പോർട്ട് ചെയ്ത യൂട്യൂബേഴ്സ് എല്ലാം ഈ ദയാ സുജിത്തിനെ സപ്പോർട്ട് ചെയ്ത അതൊക്കെ അവരവരുടെ ഇഷ്ടങ്ങളാണ്. പക്ഷേ ഇവിടെ നമ്മൾ പറയുമ്പോഴത്തേക്ക് എല്ലാം ഓപ്പണായിട്ട് പറയണമല്ലോ. ഇവിടെ സപ്പോർട്ട് ചെയ്ത ആളുകളെല്ലാം രേണുസുതിയുടെ വിഷയത്തിൽ വന്നപ്പോഴത്തേക്ക് രേണുസുതിയെ വലിച്ചേറി ഉപ്പിലിട്ട വസ്ത്രദാനത്തിനെ പറ്റിയിട്ടൊന്നും ഞാൻ വലിച്ചേറി ഉപ്പിലിട്ടിട്ടില്ല. പക്ഷേ അവർ പബ്ലിക്കിൽ ചെയ്ത വീടുമായിട്ട് ബന്ധപ്പെട്ട വിഷയവും അങ്ങനെ അതൊക്കെ ഞാനും റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ വസ്ത്രദാനത്തെ പറ്റിയിട്ട് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ആളുകളും വലിച്ചേറി ഉപ്പിലിട്ട ടീംസുകൾ വരെ ഇന്ന് ദയാസുജിത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു. എന്തിനു പറയാം, ബിഗ് ബോസിൽ പോയിട്ടുള്ള ജിസേലുമായിട്ടുള്ള അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം ബിഗ് ബോസിൻ്റെ സീസണകത്ത് ഞാനും അഭിപ്രായം, എൻ്റെ ഒപ്പീനിയൻസൊക്കെ ഞാൻ പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ജിസേൽ കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് സ്കിന്നി ഡ്രസ്സ് ഇട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഷോയുടെ തനിമ വരെ കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിമർശിച്ച ആളുകൾ വരെ ഈ ഒരു വിഷയത്തിൽ സപ്പോർട്ടാണ്.
ഒക്കെ അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്, അതൊന്നും പറഞ്ഞാണ്. പക്ഷേ ഇത് പറഞ്ഞു പോകുമ്പോൾ ഇവിടെ ശാരിക പറയുന്ന ആ ഒരു ക്ലിപ്പ് ഞാൻ ഇവിടെ നിന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു കേട്ടോ. പുള്ളിക്കാരി പറഞ്ഞത് കറക്റ്റ് കാര്യം തന്നെയാണ്. അതിൻ്റെ അടിയിൽ വന്ന 1-2 കമൻറ്റുകളൂടെ ഞാൻ വായിച്ചു തരാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഫോളോ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ അഭിപ്രായത്തിനോട് യോജിക്കുന്ന ആളുകൾ, പുരോഗമന ചിന്താഗതിയാണ്, മണ്ണാങ്കട്ടയാണെന്നൊക്കെ പറഞ്ഞ് വരുന്ന ആളുകളോട് ഒന്നും പറയാനില്ല. എന്തോന്ന് പുരോഗമന ചിന്താഗതി, എന്തോ ഈ പുരോഗമന ചിന്താഗതി എന്ന് പറയുന്ന ആളുകൾ ഇപ്പം ഈ ഈ കാലത്ത് ജീവിക്കുന്ന ആളുകൾക്ക് എന്തോ 2 മനോഭാവം, 2 ചിന്താഗതി. ഇവിടെ രേണുസുധിയുടെ വിഷയം വന്നപ്പം അവരെ കല്ലെറിയുന്നു, ദയാസുധീൻ്റെ വിഷയം വന്നപ്പോഴത്തേക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അതാണ് ഇതിനകത്ത് എന്താണ്, എന്ത് പുരോഗമന ചിന്താഗതിയാണ് ഇതിനകത്ത് കാണുന്നത്? എന്ത് ഇതാണ് ഇതിനകത്ത് കാണുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും ഞാൻ ഇവിടെ ശാരിക പറയുന്ന വീഡിയോ ഞാനിവിടെ വെച്ചുതരാം. ഇതാണ് പറയുന്നത്. നമ്മൾ എല്ലാം കണക്ക് തന്നെ, എല്ലാം അവരവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. രേണുസുധിയെ കല്ലെറിഞ്ഞ ആളുകൾ ഇപ്പം വന്നിട്ട് ഈ ദയാസുധീനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം, ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാം. പക്ഷെ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എന്നെപ്പോലെ ഒരുപാട് ആളുകൾക്ക് അഭിപ്രായമുണ്ട്. ഹലോ ഡാർലിങ്സ്, ദ റിയാലിറ്റി ബൈ ഷാരികയുടെ റിയാലിറ്റി റിയാക്ഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഷഫീന ബീബി എന്ന വെർബൽ റേപ്പിസ്റ്റിനെതിരെ ഞാനൊരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. വീഡിയോ തന്നെ. അത് തുടങ്ങി കുറച്ച് നാൾക്ക് ശേഷം ദയാസുജിത് എന്ന മഞ്ജുപിള്ളയുടെ മകളുടെ വസ്ത്രത്തെ സംബന്ധിച്ച് ഇവരൊരു വിവാദ വീഡിയോ ഇറക്കി. അധിക്ഷേപം എന്ന് പറഞ്ഞാൽ കണ്ണും പൂട്ടി അധിക്ഷേപിച്ച് സംസാരിക്കുകയും ചെയ്തു. ഇതെല്ലാം ലോക മലയാളികൾ കേട്ടു, മലയാളികൾ ഹൃദയത്തിൽ ഏറ്റെടുത്തു. അത് മലയാളികളെ എല്ലാവരും, എന്നെ ഉൾപ്പെടെ, ആൾക്കാരെ വേദനിപ്പിച്ചു. അതിനെതിരെ നഖശികാന്തം എതിർത്തു, പ്രതികരിച്ചു. അതെ, പ്രമുഖരും അല്ലാത്തവരും ഒക്കെ വന്ന് വീഡിയോ ചെയ്ത് ദയെ സപ്പോർട്ട് ചെയ്തു. വളരെ സന്തോഷം, വളരെ സന്തോഷം. പക്ഷെ അപ്പോഴും എന്നെ വേദനിപ്പിച്ചൊരു കാര്യം, ദയയ്ക്ക് മുൻപ് രേണുസുധി എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. അവള് ക്ലീവേജ് കാണിച്ചു, അവള് കുട്ടിനിക്കറിട്ടു, അവള് ബനിയനിട്ടു, അവള് ട്രാൻസ്പെറൻറ്റ് ഡ്രസ്സ് ഇട്ടു എന്നും പറഞ്ഞ് അവളെ വലിച്ചു കീറാത്ത ഏത് യൂട്യൂബർമാരുണ്ടായിരുന്നു? നല്ലവരുടെ കാര്യം എല്ലാവരും ജനറലൈസ് ചെയ്യുമല്ല കേട്ടോ. പക്ഷെ എന്നിട്ടും എൻ്റെ സഹപ്രവർത്തകരുൾപ്പെടെ ഒരാൾ പോലും അവൾക്ക് സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇടുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇന്നേ വരെ. ബിഗ് ബോസിലുള്ളവരും അല്ലാത്തവരും, ഞാൻ സഹപ്രവർത്തനം ഉദ്ദേശിച്ച് ബിഗ് ബോസിലുള്ളവർ മാത്രമല്ല, എൻ്റെ അതേ കരിയർ ചെയ്യുന്ന ആൾക്കാരെ കൂടെയാണ്. പക്ഷെ ദയാസുജിത്തിനെ തൊട്ടപ്പോൾ എല്ലാവർക്കും പുള്ളി. ഓക്കെ, ഇവിടെ ശാരിക പറഞ്ഞ ഉള്ള കാര്യം തന്നെയല്ലേ. രേണുവിൻ്റെ വിഷയത്തിൽ ഞാനും വിമർശിച്ചിട്ടുള്ള ആളാണ്. അവർ പബ്ലിക്കിൽ കാണിച്ചതിനെല്ലാം നല്ലത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്, മോശം കാണിച്ചിട്ടുണ്ടെങ്കിൽ മോശം കാണിച്ചതിന് വിമർശിച്ച് നല്ല രീതിയിൽ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ ക്യാൻസർ വന്ന സമയത്ത് അവരെ പറ്റിയിട്ട്, അവരെ ക്യാൻസർ ജെന്യുവനാണ്, സീരിയസ് ആണ്, അവരെ ഹെൽത്ത് കണ്ടീഷൻ മോശമാണ് എന്നറിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അവരെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടില്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരാൾ അസുഖമായിട്ട് കിടക്കുന്ന സമയത്ത് വീണ്ടും അവരെ ഊറ്റിക്കുടിച്ച് അതിൽ നിന്ന് കിട്ടുന്ന പൈസ എങ്ങനെ നമ്മളെ അണ്ണാക്കിലോട്ട് ഇറങ്ങും എന്നുള്ളൊരു ചിന്ത ഉള്ളവരാണെങ്കിൽ വീഡിയോ ഉറപ്പായിട്ട് ചെയ്തില്ല. ഒരു കോണ്ടന്റും രേണുസുധിയുമായിട്ട് ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കോണ്ടന്റും അവർ ചെയ്യത്തില്ല. അതാണ് അതിൻ്റെ മാന്യത. ഓക്കെ, ഇനി ഇവിടെ ശാരിക പറഞ്ഞതുപോലെ രേണുസുധി ഇതിനു മുമ്പ് ഇത് സപ്പോർട്ട് ചെയ്യുമല്ല. പക്ഷേ ഇവിടെ രേണുസുധി അന്ന് ഇതുപോലുള്ള കുട്ടി നിക്കറുടുപ്പും അല്ലെങ്കിൽ ഇറക്കം കുറഞ്ഞ ഉടുപ്പും ഇതൊക്കെ ഇട്ടതിൻ്റെ സമയത്ത് ഒരുപാട് ആളുകൾ വിമർശിച്ചു. ആ ആളുകൾ ഇപ്പം വന്നിട്ട് ഈ വിഷയത്തിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു വെച്ചിട്ട് ഈ ഷബീന ബീബി, യൂട്യൂബറായിട്ടുള്ള ഷബീന ബീബി വിളിച്ച തെറിവിളികളും മോശമായിട്ട് സംസാരിച്ചതിന് സപ്പോർട്ട് ചെയ്യുമല്ല. അത് മോശം തന്നെയാണ്. അവർക്ക് പറയാം, മാന്യമായിട്ട് നിന്ന് പറയാം, ഒരു മര്യാദയോടുകൂടി പറയാം. പക്ഷെ അവർ സംസാരിച്ചത് മോശം തന്നെ. അങ്ങനെ ഒരിക്കലും ആരോടും സംസാരിക്കരുത്. പ്രത്യേകിച്ച് ഇതുപോലുള്ള കുഞ്ഞു കുട്ടികളോട് സംസാരിക്കുന്ന രീതിയും അവരെ സംബോധന ചെയ്യേണ്ട രീതിയൊക്കെ അത് നമ്മൾ കുറേ കാര്യങ്ങൾ അതിനകത്ത് കൺട്രോൾ ചെയ്യണമായിരുന്നു. അത് ശരിയല്ല. പക്ഷേ വസ്ത്രദാനത്തിനൊന്നും ഒരിക്കലും നമുക്ക് ഇങ്ങനെയുള്ള വസ്ത്രദാനത്തിന് നമുക്കെന്നല്ല, ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്തില്ല കേട്ടോ. കാരണം ആരായാണല്ലോ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്തറിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ആളുകളെല്ലാം ഒരു സമയത്ത് രേണുസുധീനെ കല്ലെറിഞ്ഞ ആളുകളാണ്. അവിടെയാണ് ഈ ശാരിക ഇപ്പം പറയുന്നതുമായിട്ട് കണക്റ്റ് ആവുന്നത്. അവർ പറഞ്ഞത് കറക്റ്റ് കാര്യമല്ലേ? ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളോടും എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഈ പറഞ്ഞത് കറക്റ്റ് കാര്യങ്ങളാണ്. എന്തുകൊണ്ട് രേണുസുധീനെ കല്ലെറിഞ്ഞു? ഇവിടെ രണ്ട് നിയമം പോലാണ്.
രേണുസുതി ഒരു സെലിബ്രിറ്റി അല്ലാത്ത ഒരു ഫാമിലി എന്ന് വന്നപ്പോഴത്തേക്ക് രേണുസുതി തന്നെ എല്ലാവരും കല്ലറിഞ്ഞു. പക്ഷേ ഇവിടെ മഞ്ജുപിള്ളയുടെ മകള്, മഞ്ജുപിള്ള എന്നൊരു വ്യക്തി ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു നടിയായോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഇവിടെ കണ്ടതെന്നാണ് ഇവിടെ ഷാരിക പറഞ്ഞത്. കറക്റ്റ് കാര്യമല്ല. ഇനി 1-2 കമൻറ്റുകൾ ഈ വീഡിയോയുടെ അടിയിൽ വന്ന 1-2 കമൻറ്റുകൾ ഞാൻ വായിച്ചു തരാം. വളരെ ശരിയാണ്. കേരളം പുരോഗമിച്ചു എന്ന് പറയുമ്പോഴും ഈ 2 തലം ഒരിക്കലും മാറില്ല. ശരി തന്നെയാണ്. കേരളം പുരോഗമിച്ചു എന്ന് പറയുന്നവരാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. 2 തരത്തിൽ നിന്നിട്ട് 2 വെള്ളത്തിൽ നിന്നിട്ട് സംസാരിക്കുന്നത്. എന്നിട്ട് ഒരു കമൻറ്റ്, സത്യം രേണുവിന് നീതി കിട്ടണം. വളരെ ശരിയാ. പാവങ്ങളുടെ കാര്യം അങ്ങനെ ആരും ഉണ്ടാവില്ല. അവനവൻ തന്നെ സംരക്ഷിക്കണം. വളരെ ശരിയാണ്. അങ്ങനെയാണ് ലോകം. ഇല്ലാത്തവനെ ചവിട്ടിത്താഴ്ത്തുക, ഉള്ളവനെ പൊക്കിക്കൊണ്ട് നടക്കുക. ഓക്കെ, ഇനി ഞാൻ ഈ ബാക്കിയും കൂടെ ഷാരിക പറയുന്ന ബാക്കിയും കൂടെ വെച്ച് തരാം. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടുപോകേ. മലയാളികൾക്ക് എല്ലാവർക്കും പലയിടത്തായിട്ട് പൊള്ളി, വളരെ നല്ല കാര്യം. പക്ഷെ അപ്പോഴും ആ പൊള്ളലിന് രണ്ട് തല ഉണ്ടായിരുന്നു. ഇപ്പുറത്ത് രേണുസുതിയും അപ്പുറത്ത് ദയാസുജിത്തും. അതിന്റെ കാരണം ഞാൻ വേദനയോട് തിരിച്ചറിഞ്ഞ വേറൊന്നുമല്ല, ദയാസുജിത്ത് ഒരു സെലിബ്രിറ്റിയുടെ മകളാണ്. മഞ്ജുപിള്ള എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ദയാസുജിത്തിനെ എനിക്കിഷ്ടമാണ്. ആ കുട്ടിക്കെതിരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം. ഞാനും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കല്ല, ഞാൻ റീപോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട് എല്ലാം. പക്ഷേ ഇപ്പോൾ രേണുസുതി ആരാണ്? രേണുസുതി ഇട്ട വസ്ത്രത്തിനൊക്കെ എന്തായിരുന്നു കുഴപ്പം? ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് പോലും ഈ വെർബൽ റേപ്പിസ്റ്റായ ഷഫീന ബീവിയുടെ നേതൃത്വത്തിൽ അവർക്ക് ക്യാൻസർ അല്ലെന്ന് വരുത്തി തീർക്കാൻ എന്തായിരുന്നു മലയാളി മഞ്ഞ വ്ളോഗർമാരുടെ തിടുക്കം. അവരുടെ താഴത്തെ കമന്റുകൾ പോലും എനിക്ക് വരുന്ന കമന്റുകൾ വേദനയോടെ ഞാൻ വായിക്കാറുണ്ട്. തിരിച്ചവർക്ക് മറുപടി പറഞ്ഞെങ്കിലും വേദനയോടെയാണ് പറയുന്നത്. ഒരുപാട് പേര് രേണുവിനെതിരെ വന്ന് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ക്യാൻസർ ഡയഗ്നോസ് ചെയ്തിട്ടും. അപ്പോൾ രേണു ആരാണ്? രേണു സാധാരണ ഒരു മിമിക്രി ആർട്ടിസ്റ്റിന്റെ, വെറും മിമിക്രിക്കാരന്റെ, കോമഡി കലാകാരന്റെ വിധവയായ ഭാര്യ, ആരോരുമില്ലാത്തവൾ, തൻ്റെ വീട്ടിലെ 8 വയറുകൾ പട്ടിണിയാകാതിരിക്കാൻ മുണ്ടു മുറുക്കി കൊടുത്ത് പണിക്കിറങ്ങിയവൾ. അത് മനസ്സിലാക്കാതെ അവളെ ക്രൂശിച്ചവരെ നിങ്ങൾക്ക് മാപ്പില്ല. നിങ്ങൾക്ക് ഒരിക്കലും കാലം മാപ്പ് തരില്ല. ഓക്കെ, ഇവിടെ ഷാരിക പറയുന്ന കറക്റ്റ് കാര്യം തന്നെയാണ്. രേണുസുതിയെയും അതുപോലെ ഈ മഞ്ജുപിള്ളയുടെ മകളുമായിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ രണ്ട് തലമല്ല, ആളുകൾ പുരോഗമനം ഉണ്ടായി എന്ന് പറയുന്ന ആളുകൾ വരെ 2 കാഴ്ചപ്പാടിലാണ് ഈ ഒരു കാര്യം കാണുന്നത്. അത് ഇവർ പറഞ്ഞത് കറക്റ്റ് കാര്യം തന്നെയാണ്. പിന്നെ രേണുസുതിയുടെ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും അവരെ വെച്ചിട്ട് ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുന്ന നാണം കെട്ട ആരാണെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോണ്ടന്റ് പോലും ഇനി ചെയ്യരുത്. അതിനി എന്തിൻ്റെ പേരിലാണെങ്കിലും, അവരിനി എത്ര വലിയ കുറ്റം ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിലും ഇങ്ങനൊരു അസുഖമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ വെറുതെ വിടുക, അതാണ് വേണ്ടുന്നത്. അവരെ മാനസികമല്ലെങ്കിൽ നമ്മൾ സരിതയുടെ കേസ് തന്നെ ഉണ്ടല്ലേ, സരിത നമുക്കറിയാം, ഉമ്മൻചാണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ, ഒരു നന്മയുള്ള മനുഷ്യനെ കുടുക്കിയ വ്യക്തിയാണ് സരിത. അന്ന് ഇപ്പം ഈ സരിതയ്ക്ക് വലിയ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുമാണ്. അപ്പം ഈ ഒരു അവസ്ഥയിൽ അവർ പെട്ടെന്ന് പോട്ടെ എന്നൊന്നുമല്ല നമ്മൾ പറയേണ്ടത്. അവർക്ക് തെറ്റ് തിരുത്താനും അല്ലെങ്കിൽ ഒന്ന് പശ്ചാത്തപിക്കാനൊക്കെ ഉള്ളൊരു അവസരമാണ് എന്നിപ്പം കരുതിയിട്ട് അവർക്ക് പോലും ഒന്നും സംഭവിക്കല്ലേ എന്നാണ് നമ്മൾ പറയേണ്ടത്. മനസ്സിലായോ? അപ്പം ഇതുപോലെ അത്രയും വലിയൊന്നും കുറ്റമൊന്നും ചെയ്യാത്ത രേണുവിനെ ഇപ്പോഴും വന്ന് വലിച്ചു കീറി ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന ടീംസുകളാണ് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്കി, നിങ്ങൾ ഈ കഴിക്കുന്ന ആഹാരം അവരെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഏർണിങ്സ് നിങ്ങളെ അണ്ണാക്കിലോട്ട് തിരികെ കയറ്റി കൊണ്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, അത് എത്രമാത്രം അതിൻ്റെ നിങ്ങളുടെ ശരീരത്തെ വ്യാപിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയെങ്കിലും കുറച്ച് നാണവമാനം ഉളുപ്പുണ്ടെങ്കിൽ അവരെ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യല്ലേ. കുറേ എണ്ണമുണ്ട്, കിച്ചു രേണു സുതി മണ്ണാങ്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും അവരെ വഴിക്ക് വിടുക. അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. ക്യാൻസർ പേഷ്യൻസിന് വേണ്ടുന്ന ചിലവും അവർക്ക് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എന്താണെന്ന് പോലും അറിയാത്ത ടീംസുകളുണ്ടെങ്കിൽ, സനാതാലയം എന്ന് പറഞ്ഞൊരു സാധനം തിരുവനന്തപുരത്തുണ്ട്. ഒരു നമ്മുടെ ഫിറോസ്, ബിഗ് ബോസിൽ ഇതിനു മുമ്പ് പോയിട്ടുള്ള തരികിട ഫിറോസ് എന്ന് പറയുന്ന, പുള്ളിയുടെ പേര് ഫിറോസ് എന്നാണ്. തരികിട അങ്ങനെ കണ്ടാ പറയുന്നത്, പുള്ളി ഫിറോസ് അല്ല. പക്ഷേ പുള്ളിയുടെ ആ സമയത്ത് ബിഗ് ബോസിനകത്ത് പുള്ളിയെ വിളിച്ചുകൊണ്ടിരുന്നത് കട്ടിൽ ഫിറോസ് എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്നില്ല. അപ്പോൾ ആ വ്യക്തി നല്ലൊരു മനുഷ്യനാണ്. നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തുണ്ടോ, നല്ലൊരു മനുഷ്യനാണ്. ഞാൻ ഇപ്പോൾ ഒരു തമാശ രീതിയിൽ പറഞ്ഞാണ്. പുള്ളിയുടെ അന്ന് ബിഗ് ബോസിനകത്ത് പുള്ളിയെ കട്ടിൽ ഫിറോസ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് പേർക്ക് ചിലപ്പം
ഫിറോസ് എന്ന് പറഞ്ഞാൽ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ആ പുള്ളി നടത്തുന്നുണ്ട് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ട് സനാഥാലയം എന്ന് പറഞ്ഞൊരു സ്ഥാപനം. അവിടെ ചെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള വീണ്ടും വീണ്ടും അവരെ വെച്ച് ഇങ്ങനെ തിന്നി. അപ്പം ഇവിടെ ശാരിക പറഞ്ഞതുമായിട്ട് ഞാൻ 100% ഞാൻ യോജിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ രണ്ട് നീതി ഇപ്പം ഈ വിഷയത്തിൽ ഈ ഷബീന ബീബി യൂട്യൂബറായിട്ടുള്ള ഷബീന ബീബി പറഞ്ഞ സംഭാഷണങ്ങൾ വളരെ മോശമാണ്. അതിനെ ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷേ നമുക്കൊരു കൾച്ചറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളും മക്കളെ എന്ത് ചെയ്താലും അങ്ങ് സപ്പോർട്ട് ചെയ്ത് വിടുന്ന പരിപാടി നടത്തണം. നല്ല നല്ല വസ്ത്രങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക, നല്ല നല്ല വായിന്ന് വരുന്ന സംഭാഷണങ്ങൾ, നല്ല രീതിയിൽ അവർ പഠിച്ച് ജോലി ചെയ്ത് ജോലി കിട്ടി മുമ്പോട്ട് പോകാൻ, വളർന്ന് മുമ്പോട്ട് പോകാനാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കേണ്ടത്. ഒരമ്മ എന്ന നിലയ്ക്ക് മഞ്ജു പിള്ളയെ ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്തരുത്. കാരണം ഇന്നത്തെ മാതാപിതാക്കൾ പറഞ്ഞിട്ട് കേൾക്കാത്തതായിട്ടും ഒരുപാട് മക്കളുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഞാനൊരു മഞ്ജു പിള്ളയുടെ ഒരു ചെറിയൊരു ക്ലിപ്പ് കഴിഞ്ഞ ദിവസം ദയാസുഖി ഇട്ടൊരു വീഡിയോയിലെ ചെറിയൊരു ഭാഗം മഞ്ജു പിള്ള പറയുന്നത് ഞാനിവിടെ വെച്ച് തരാം. കാരണം ഈ സപ്പോർട്ട് ചെയ്ത ആളുകൾക്കെല്ലാം നന്ദി അറിയിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും എനിക്ക് പറയാനുള്ളത്, കാരണം ഇതുപോലുള്ള വസ്ത്രധാരണം നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യുക. കാരണം നിങ്ങളൊരു അമ്മയായതുകൊണ്ട് പറയുവാണ്. കാരണം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ. അപ്പോൾ ആ ആളുകളിൽ ഇപ്പം മകൾ തന്നെ ആ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്, ഒരു ആൻറ്റി വിളിച്ചിട്ട് ആ വസ്ത്രത്തിനോട് എനിക്ക് യോജിപ്പില്ല, പക്ഷേ എനിക്ക് മോളെ ഇഷ്ടമാണ്. ആ മോളെ ഇഷ്ടപ്പെടണമെങ്കിൽ മഞ്ജു പിള്ള ഒരു അമ്മ അല്ലെങ്കിൽ മഞ്ജു പിള്ള എന്നൊരു സ്ത്രീ നമ്മൾ ജനങ്ങളിലേക്ക് കൊടുത്തൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഒരു ഐഡൻറ്റിറ്റിയുടെ പുറത്താണ് നമ്മളെ മക്കളെയും അവർ ഇഷ്ടപ്പെടുന്നത് എന്നുകൂടെ ചിന്തിച്ചിട്ട്. കാരണം അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടും കുറച്ചുകൂടെ മാന്യമായിട്ടുള്ള ഡ്രസ്സുകളിട്ട് ഈ പറഞ്ഞിട്ടുള്ള മോഡലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഉപദേശം കൊടുക്കുക എന്ന് എനിക്ക് പറയാനുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഒരു വിഷയത്തിനകത്ത് കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ നിങ്ങളെപ്പോലുള്ള ഒരു ലേഡിയെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ്. ഈ പറഞ്ഞുള്ള എനിക്കും ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളുടെ പ്രോഗ്രാമുകളൊക്കെ ഞാൻ ഒരുപാട് കാണുന്നുണ്ട്. അപ്പം നമ്മൾ കാണുന്ന ഒരാളുടെ മക്കൾ അല്ലെങ്കിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ ആ രീതിയിലാണ് ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് നടക്കുന്നതെന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇത് തോന്നും, നെഗറ്റീവ് അവിടെ തോന്നും. അങ്ങനെ ആണല്ലോ, എന്തുകൊണ്ട് അങ്ങനെ ആണ് എന്നൊക്കെ ഒരു ചിന്ത വരും. ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ചിന്ത വരും. ഓക്കെ, ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നോക്കണ്ട. കാരണം ഇന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ മേലെ കയറ്റി വെച്ചിട്ട് രണ്ടിൻ്റെ നിരത്ത് താഴെ ഇടുന്ന ടീംസുകളാണ് ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. നല്ലത് പറഞ്ഞു തരാൻ ആരും കാണത്തില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ കൂടെ കണ്ടു നോക്കേ. അതിനുശേഷം നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വയ്ക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. സീരിയസ്ലി എന്നെയും എൻ്റെ ഫാമിലി, എൻ്റെ മോളെയും ഒരുപാട് സ്നേഹിക്കുന്ന ആളുണ്ടെന്നും എനിക്ക് ഈ ഒരു അവസരത്തിൽ, നമുക്ക് ഒരു ആപത്ത് വരുമ്പോഴാണ് നമ്മളുടെ കൂടെ ആരൊക്കെയുണ്ട്, നമ്മളെ എത്ര പേര് സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരുപാട് 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 ആൾക്കാർ, കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ, പ്രായമുള്ള ആൾക്കാർ വരെ എന്നെയും എൻ്റെ മോളെയും സപ്പോർട്ട് ചെയ്യുകയും സ്ട്രോങ് ആയിട്ടിരിക്കണം എന്ന് പറയുകയും ഒക്കെ ചെയ്തു. ഒരു പരിചയം പോലും ഇല്ലാത്ത ആൾക്കാർ ഇങ്ങനെ എന്താ പറയണ്ടേ, ഐ എം ബ്ലെസ്ഡ്. ഞാൻ മാത്രമല്ല, എൻ്റെ മോളും ബ്ലെസ്ഡ് ആണെന്ന് മനസ്സിലാക്കിയ ഒരു അവസരമാണിത്, ഒരു കാലഘട്ടമായിരുന്നത്. ഒരുപാട് 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 നന്ദിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനൊരു ബന്ധങ്ങളില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. എങ്കിലും പറയേണ്ട സ്ഥലത്ത് പറയുക തന്നെ വേണം.